ഇന്നേ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പാചകമോ കൃഷിയോ ഒന്നുമല്ല, ഞാനൊരു ഡൈയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ കെമിക്കൽ വെളിയിൽ നിന്ന് വാങ്ങുന്ന കെമിക്കൽ ഡൈ വാങ്ങി നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ മുടി പൊഴിയുന്നു, നമുക്ക് തലയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, വേണ്ട പ്രശ്നങ്ങളുണ്ടാകുന്നു. അതൊന്നും വേണ്ട. നമുക്ക് നാച്ചുറലായിട്ട് ഒരു ഡൈ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു തുണി എടുത്തിട്ട് രണ്ടായിട്ട് ഞാൻ മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിന് പകരം ഈ തുണിക്ക് പകരം വേണമെങ്കിൽ കോട്ടൺ എടുത്താലും മതി, പഞ്ഞി എടുത്താലും മതി. ഇനി ഞാൻ എടുത്തേക്കുന്നത് എന്തെന്ന് വെച്ചാൽ കുറച്ച് ഗ്രാമ്പു പൊടിച്ചതാണ്. അതിനെ നമുക്ക് ഈ തുണിയിലോട്ട് ഒന്ന് ഇടാം. അതാണ്ടോ. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് കുറച്ച് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണയാണ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാനുള്ളത്. ഇതൊന്ന് ഞാനൊന്ന് ഒഴിക്കട്ടെ. ഇതാ ആവണക്കെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു തുള്ളി കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണിയെ ഒരു കിഴിയായിട്ട് കെട്ടിയെടുക്കാവേ. ഇതുപോലെ ഒരു കിഴിയായിട്ട് ഇങ്ങനെ നമ്മൾ കെട്ടി എടുക്കുക. ഇതാ കേട്ടോ, ഇതിൽ എണ്ണയാണ് ഇങ്ങനെ ഇതിൽ പുരണ്ടിരിക്കുന്നത്, കുഴപ്പമില്ല. ഇനി നമുക്ക് ഒരു കുഴുവുള്ള പാത്രം എടുക്കാവേ. ഒരു കുഴുവുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തൂടെ കുറച്ച് എണ്ണ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഇതിലിങ്ങനെ നമുക്ക് ഈ കിഴി ഒന്ന് നനഞ്ഞ് കിട്ടുന്നത് വരെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നമുക്കങ്ങോട്ട് ഒഴിച്ചു. ആവണക്കെണ്ണയാണ് ഉപയോഗിക്കുന്നത്, വേറെ ഒന്നുമല്ല, ആവണക്കെണ്ണയെ ഉപയോഗിക്കാവൂ. അപ്പോൾ ഈ കിഴി നല്ലവണ്ണം നനഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും 2 ഗ്ലാസ്സോ എന്താണെന്നുള്ളത് വെച്ച് കൊടുക്കാം. കാരണം നമുക്കിത് ഈ പാത്രം കമിഴ്ത്തി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ കിഴി ഒന്ന് കത്തിച്ചിട്ട് ഈ പാത്രം ഒന്ന് കമിഴ്ത്തി വയ്ക്കണം. ഇതിൻ്റെ കരി നമ്മുടെ ഈ പാത്രത്തിൽ നല്ലവണ്ണം ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാത്രം എടുക്കുന്നത്. നമുക്കിതൊന്ന് കമിഴ്ത്തി വെച്ചിട്ട് കത്തിച്ചു കൊടുക്കാവേ. കത്തിച്ച് വെച്ചിട്ട് ഇതൊന്ന് കമിഴ്ത്തി വയ്ക്കാം. ഓക്കെ, ഇതാ കണ്ട, നമ്മളൊന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന പാത്രം ഇതിലോട്ടൊന്ന് കമിഴ്ത്തി വയ്ക്കാവേ. ഇതാ കണ്ടോ, കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. അത് കത്തുവാണ്, അതിൻ്റെ അടിയിലിരുന്ന് കത്തുവാണ്. നമുക്കറിയാം അതിൻ്റെ കരിയല്ല ആ പാത്രത്തിൽ ഒന്ന് പിടിക്കട്ടെ. ഇതാ നല്ലവണ്ണം കത്തി പിടിക്കുന്നുണ്ട്, നല്ല കരിയൊക്കെ പാത്രത്തിലാവുന്നുണ്ട്. ഇതാണ്ടോ, നിറം കാണുമ്പോൾ അറിയാം ഈ കരി ആ പാത്രത്തിൽ നല്ലവണ്ണം പിടിക്കുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ ഏകദേശം അതിൻ്റെ തീയെല്ലാം കത്തി തീർന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ഈ പാത്രം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തീയൊക്കെ അണഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കട്ടെ. പാത്രം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാത്രമൊക്കെ ചെറുതായിട്ടൊന്ന് നമുക്ക് തൊട്ട് നോക്കിയാൽ കുഴപ്പമില്ല. നമുക്കിതൊന്ന് മറിച്ച് നോക്കാവേ. ഇതാ നോക്കിക്കേ, പാത്രത്തിൽ അത്രയും കരി നല്ലവണ്ണം ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലാസ്റ്റിക് എന്തെങ്കിലും ഉപയോഗിച്ച് ഈ കരിയെല്ലാം ഇങ്ങനെ നമുക്ക് ഇതിന് കുറച്ചേ കിട്ടത്തുള്ളൂ, അല്പമേ വരത്തുള്ളൂ കേട്ടോ. നമുക്ക് ഇത് ഒരു ബോട്ടിലോട്ട് മാറ്റിയെടുക്കാം. ഇച്ചിരിയേ കരി വരത്തുള്ളൂ. നമ്മൾ കുറേ സമയം കൂടുതൽ കോട്ടണിൽ കൂടുതൽ ഗ്രാമ്പൂ ഒക്കെ വെച്ചിട്ട്, ഗ്രാമ്പൂ പൊടിച്ച് വെച്ചിട്ട് ചെയ്താൽ കുറേ കൂടുതൽ കിട്ടും. നമുക്കിതെല്ലാം ഒന്ന് നല്ലവണ്ണം ഇത് തേച്ച് എടുത്ത് ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് നമുക്ക് ഒരു കുഞ്ഞു ബോട്ടിലോട്ട് ഒന്ന് മാറ്റാവേ. ഇതുപോലെ ഒരു പാത്രത്തിൽ, ഇത് അല്പമേ ഉള്ളൂ, ഇതാ കണ്ടാൽ അറിയാമല്ലോ. ഒരു പാത്രത്തിൽ നമ്മൾ തട്ടി സൂക്ഷിക്കുക. ഇതിൻ്റെ ഒരല്പം ഒരു നുള്ളു മതി നമുക്ക് ഡൈ ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഈ പാത്രം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് നമുക്കൊന്ന് അടച്ച് സൂക്ഷിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു വൈറ്റമിൻ ഗുളിക അത് പൊട്ടിച്ച് ഇതിലോട്ടൊന്ന് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഇരിക്കുന്ന കരി തന്നെ ഇത് തന്നെ നമുക്ക് ഒന്ന് എടുക്കാം. ഇങ്ങനെ നല്ലവണ്ണം ചാലിച്ചെടുക്കാം. ഇതാ നോക്കിക്കേ, കയ്യിൽ നിന്ന് പോകത്തില്ല. എത്ര നമ്മൾ സോപ്പിട്ട് കഴിയാൽ പോലും ഈ കരി പോകത്തില്ല. ഇത് ഏറ്റവും നല്ലതാണ്. നമുക്ക് ഒരു കെമിക്കലും ഒന്നും അടങ്ങാത്തതാണ്. ഞാൻ വേണമെങ്കിൽ കൈയുടെ പുറത്തൊന്ന് ഞാൻ കാണിച്ചു തരാവേ, തേച്ച് കാണിച്ചു തരാം. കയ്യിൽ തേച്ചിട്ട് ഇച്ചിരി വെള്ളം ഞാൻ ഒഴിച്ചതാണ്. ആ വെള്ളം അതിലൊന്നും നിൽക്കാതെ തെന്നി തെറിച്ച് പോയിട്ടുണ്ട്. ഇതാണ്ടോ, ഒരു കാരണവശാലും ഈ കരി മാറത്തില്ല. ഒരാഴ്ച വരെ നമ്മുടെ ഈ മുടിയിൽ ഈ കരി തങ്ങി നിൽക്കും, കറുപ്പ് തങ്ങി നിൽക്കും. നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നമ്മൾ സാധാരണ ഈ കെമിക്കലോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് മാത്രം, വേറെ വലിയ ചിലവൊന്നും ഉള്ളതല്ല. ഇച്ചിരി ഗ്രാമ്പൂവും ഇച്ചിരി ആവണക്കെണ്ണയും കൂടെ ഒരു വൈറ്റമിൻ ഇ ഗുളികയും കൂടെ മതി നമുക്ക് സുഖമായിട്ട് നമുക്ക് ഡൈ ഉണ്ടാക്കാനായിട്ട്. ഇനി കെമിക്കലൊന്നും തേക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.